മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗവേണിംഗ് ഓഫ് ഐ സി എൻജിൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഗവർണർ ടൈപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഗവേണിംഗ് ടെക്നിക്സാണ് ഐ സി എൻജിനിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് ഫ്ലൈ വീൽ എന്താണ്, ഗവർണർ എന്താണ്, അതിൻ്റെ ഫങ്ഷനും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫ്ലൈ വീലിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഫ്ലൈ വീൽ ഒരു എനർജി സ്റ്റോറിങ് ഡിവൈസ് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ എൻജിൻ സൈക്കിളിൽ പവർ സ്ട്രോക്കിൽ മാത്രമേ പവർ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രോക്കിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ സ്റ്റോർ ചെയ്ത് വെച്ച് ബാക്കി എൻജിൻ സൈക്കിൾസിലൊക്കെ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എൻജിന് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലൈ വീലിൻ്റെ മെയിൻ ഫങ്ഷൻ. പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. കാരണം അത് ഫങ്ഷൻ ഓഫ് എ ഫ്ലൈ വീൽ ഈസ് ടു ലിമിറ്റ് ദ സൈക്ലിക് വേരിയേഷൻ ഓഫ് സ്പീഡ് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അപ്പം സ്പീഡിലുള്ള സൈക്ലിക് വേരിയേഷൻ, ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കാരണം ഉണ്ടാകുന്ന സ്പീഡ് വേരിയേഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ഫ്ലൈ വീലിൻ്റെ ഒരു ഫങ്ഷനാണ്. പക്ഷേ ഫ്ലൈ വീലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലോഡിനനുസരിച്ചിട്ട് എൻജിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഫ്ലൈ വീലിന് പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആവശ്യമുണ്ട്. ആ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് അടുത്ത ഡിവൈസ് വരുന്നത്, ഗവർണർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് ഒരു സ്പീഡ് കൺട്രോളിങ് ഡിവൈസാണ്. ലോഡ് മാറുന്നതിനനുസരിച്ചിട്ട് എൻജിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഗവർണറിൻ്റെ ഫങ്ഷൻ വരുന്നത്. നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ഐഡിയൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സെർട്ടൺ ഈക്വിലിബ്രിയം സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻജിനെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ അവിടെ ആ ഒരു പർട്ടിക്കുലർ ലോഡ്, നമ്മളൊരു ലോഡ് കൊടുത്തിട്ടുണ്ടാവും. ആ ലോഡ് ബാലൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പവറും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഈക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ആ ഒരു കേസിൽ നിന്നും എൻജിൻ്റെ ലോഡൊന്ന് ഡിക്രീസ് ചെയ്യുകയാണ്, കുറച്ച് ലോഡ് എടുത്ത് ഒഴിവാക്കി. അപ്പോൾ ആ ഒരു കേസിലും സ്പീഡ് എന്താവും, ലോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ആവും. പവർ ഡെവലപ്പ് ചെയ്യുന്നത് സെയിമും തന്നെയായിരിക്കും. അപ്പോൾ പവർ സെയിം പവർ തന്നെ, നേരത്തെ ഡെവലപ്പ് ചെയ്ത അതേ ഒരു പവർ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കും. ലോഡ് കുറഞ്ഞതുകൊണ്ട് എൻജിൻ്റെ സ്പീഡ് എന്താവുന്നു, ഇൻക്രീസ് ആവുന്നു. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യത്തിലധികം പവർ ഡെവലപ്പ് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവിടെ ലോഡ് കുറഞ്ഞതിനനുസരിച്ചിട്ട് എൻജിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്യൂവൽ സപ്ലൈ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ലോഡിനനുസരിച്ചിട്ട് എൻജിൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യിക്കുക, അതിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഗവർണറിൻ്റെ ഒരു ഫിഗർ കാണാൻ പറ്റും. അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഗവർണറാണ്. ഇവിടെ നമുക്ക് ഹെവി മാസുള്ള 2 വീലുണ്ട്. അപ്പോൾ ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുന്ന സമയത്ത്, അതായത് എൻജിൻ്റെ സ്പീഡ് കൂടുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഈ ഒരു ഷാഫ്റ്റിനെ എന്താക്കും, ഹൈ സ്പീഡിൽ റൺ ചെയ്യിക്കും. ഹൈ സ്പീഡിൽ റൺ ചെയ്യിക്കുമ്പോൾ ഈ ഒരു ബോൾസിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതെന്താവും, വൈഡ് ആവാൻ തുടങ്ങും, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഗ്രീൻ കളറുള്ള റാക്ക് ലിവർ മുകളിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ സ്പീഡ് കൂടുമ്പോൾ ഈ ഒരു ബോൾസ് വൈഡാവും. ഈ ബോൾസ് വൈഡാവുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്ക് ഈ ഒരു ഗ്രീൻ കളറിലുള്ള റാക്ക് ലിവറിനെ മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് ഫ്യൂവലിൻ്റെ ഏതെങ്കിലും വാൽവൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഇവിടുത്തെ സ്പീഡ് കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറയാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം ഇത് താഴത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അത് ഈ ഒരു ഗ്രീൻ ലിവറിനെ എന്താക്കും, വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ സ്പീഡ് വേരിയേഷൻ അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു ലിവറിനെ കൺട്രോൾ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിവർ ഈ ഒരു ആനിമേഷനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് കാർബറേറ്ററിലെ ത്രോട്ടിൽ വാൽവോ അങ്ങനെ അല്ലെങ്കിൽ ഫ്യൂവൽ കൺട്രോൾ വാൽവോ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്യൂവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് എൻജിൻ്റെ പവറും സ്പീഡും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ് ഗവർണർ എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്പഷൻ ഇഗ്നീഷൻ എൻജിനും സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനും. അപ്പോൾ അതിൽ ഈ ഒരു
ലോഡ് കണ്ടീഷൻ അനുസരിച്ച് സ്പീഡ് എങ്ങനെ കൺട്രോൾ ചെയ്യിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വേരിയബിൾ സ്പീഡ് ലോഡ് കമ്പഷൻ എൻജിൻസ് ആണെങ്കിൽ ഫ്യൂവലിൻ്റെ എമൗണ്ടാണ് കൺട്രോൾ ചെയ്യുക. അതേപോലെ ഒരു സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ്റെ കേസിലാണെങ്കിൽ ത്രോട്ടിൽ ഗവേണിംഗ് എന്ന് പറയുന്ന ടൈപ്പായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അത് ക്വാണ്ടിറ്റി ടൈപ്പ്, ആ ഒരു ത്രോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ക്വാണ്ടിറ്റി വേരിയേഷനാണ് നടത്തുക. ഇവിടെ ഫ്യൂവലിൻ്റെ മാത്രം കൺട്രോളിംഗ് ആണ് നടത്തുന്നത് കമ്പഷൻ ഇഗ്നീഷൻ എൻജിനാകുമ്പം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് ഓരോ ടൈപ്പ് വരുന്ന സമയത്ത് നോക്കാം. അപ്പം 3 മെത്തേഡ് ഓഫ് ഗവേണിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്ലി വരുന്നത്. ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് ആണ് ഒന്നാമത്തെ ടൈപ്പ് വരുന്നത്. അപ്പോൾ ഹിറ്റ് ആൻഡ് മിസ് ഗവേണിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഫ്യൂവൽ സപ്ലൈ കട്ടാക്കുക, ആവശ്യമുള്ള സമയത്ത് മാത്രം പവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രം അത് ഓണാക്കി കൊടുക്കുക ഫ്യൂവൽ സപ്ലൈ, അല്ലാത്ത സമയത്തൊക്കെ ഫ്യൂവൽ സപ്ലൈ കട്ടാക്കുക. അങ്ങനെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു വേർഡ് ഓർത്ത് വെക്കണം. ഫ്യൂവൽ സപ്ലൈ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഇൻ 1 or more നമ്പർ ഓഫ് സൈക്കിൾസ്. ഇത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂവൽ സപ്ലൈ ഈസ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഇൻ 1 or more നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഗവേണിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് ആണ്. ഇപ്പോൾ ഹിറ്റ് എന്ന് പറയുന്നത് ആ ഒരു വേർഡാണ്. ഒരു വാൽവിൻ്റെ മുകളിൽ ഒരു ലിവർ വന്ന് ഹിറ്റ് ചെയ്യുക. മിസ് എന്ന് പറയുമ്പം ആവശ്യമില്ലാത്ത സമയത്ത് അത് മിസ്സാക്കുക, ആ ഒരു ഹിറ്റിംഗ് ആക്ഷൻ ഒഴിവാക്കുക എന്നുള്ള ഫങ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഹിറ്റ് ആൻഡ് മിസ് എന്നുള്ള പേരവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയറായിട്ട് മനസ്സിലാവും. ഈ ഒരു ടൈപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്മോളർ കപ്പാസിറ്റി എൻജിൻസിലും ഗ്യാസ് എൻജിൻസിലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫിഗർ നോക്കാം. അപ്പോൾ ഫിഗറിൽ നമുക്കിവിടെ അടിഭാഗത്തായിട്ട് കുറേ ലിവറുകളൊക്കെ കാണാം. അപ്പോൾ അതിൽ അറ്റത്തായിട്ട് നൈഫ് എഡ്ജ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കാണാം. ഈ ഒരു നൈഫ് എഡ്ജ് ഈ ഒരു വാൽവിൻ്റെ മുകളിൽ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഹിറ്റ് ആൻഡ് മിസ് എന്നുള്ളതിൻ്റെ ഹിറ്റ് എന്നുള്ള പേര് വരാൻ ഈ ഒരു നൈഫ് എഡ്ജ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം. ഇത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വാൽവ് എന്താവും? വാൽവ് പോക്കറ്റിൽ നിന്നും റൈസായിട്ട് ഇതിലെ ഫ്യൂവൽ ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്കിതിന് ആവശ്യമില്ല എന്നുള്ളൊരു കേസ്, ആ ഒരു കേസ് എത്തുമ്പം ഇവിടെ ഇതിനെ ബാക്കോട്ടേക്ക് വലിക്കുന്ന ഒരു ലിവറുണ്ട്. ഈ CD എന്ന് പറയുന്ന ലിവർ ഇതിനെ ഈ ഒരു സൈഡിലേക്ക് വലിക്കും. അപ്പോൾ അതെങ്ങനെയാണ് വലിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗവർണർ കൊടുത്തിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ ഗവർണർ. കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്പീഡ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. അതിനെ ബേസ് ചെയ്തിട്ട് എന്താവും? സെൻട്രിഫ്യൂഗൽ ഗവർണർ നേരത്തെ പറഞ്ഞ പോലെ റൈസ് ആവും, ലോവർ ആവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇവിടെ സ്പീഡ് കൂടുകയാണെങ്കിൽ ഇവിടെ എന്താവും? അല്ലെങ്കിൽ സ്പീഡ് കുറയുകയാണെങ്കിൽ ഇത് താഴത്തേക്ക് വരും. സ്പീഡ് കൂടുകയാണെങ്കിൽ ഈ ഒരു ലിവർ മുകളിലേക്ക് പോകും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു സ്ലീവിന് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഈ സ്ലീവ് ലിവറിനെ എന്താക്കും? മൂവ് ചെയ്യിക്കും. ലിവർ ഈ ഒരു പോയിൻ്റ് ഫൾക്രമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്താവും? ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു C എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് നീങ്ങും. ഈ ഒരു സൈഡിലേക്ക് മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഈ ഒരു മൊത്തം ഡിവൈസിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. പിന്നെ ഇത് ഓപ്പൺ ക്ലോസ് എന്നുള്ള ഫങ്ഷൻ ചെയ്യിക്കുന്നത് ക്യാമാണ്. അപ്പോൾ ഈ ഒരു ക്യാമാണ് ഈ ഒരു ലിവറിനെ തട്ടുക. ലിവറിനെ തട്ടുമ്പം ഇവിടെ ഒരു ഫൾക്കറാണ്. ഈ ലിവർ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ എന്താവും? മുകളിലേക്ക് റൈസ് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് ക്യാമ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്താവും? ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ഇത് ഹിറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് മാറുന്നതനുസരിച്ചിട്ട് ഇത് ഹിറ്റിങ് മിസ്സാക്കണോ മിസ്സാക്കണ്ട എന്നുള്ളത് ഈ ഒരു ഗവർണർ തീരുമാനിക്കും. അങ്ങനെ സ്പീഡിനനുസരിച്ചിട്ട് എൻജിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ടൈപ്പിലാണ് ഹിറ്റ് ആൻഡ് മിസ് ഗവർണർ വർക്കാവുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഗവേണിംഗ് മെത്തേഡാണ് ക്വാളിറ്റി ഗവേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി ഗവേണിംഗ് കമ്പസ്റ്റൻ ഇഗ്നീഷൻ എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗവേണിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു വേർഡും കൂടി ഉണ്ട്, എയർ ഫ്യൂവൽ റേഷ്യോ വാരി ചെയ്യും. അപ്പോൾ അവിടെ എയർ ഫ്യൂവൽ റേഷ്യോ വാരി ചെയ്യും. കമ്പസ്റ്റൻ ഇഗ്നീഷൻ എൻജിനിൽ യൂസ് ചെയ്യുന്നു.
ക്വാളിറ്റേറ്റീവ് ഗവേണിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ക്വാളിറ്റി ഗവേണിംഗ് നമുക്ക് സിംപ്ലി ക്വാളിറ്റി ഗവേണിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു വേരിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫ്യൂവലിൻ്റെ സപ്ലൈ വാരി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഫ്യൂവൽ സപ്ലൈ ആയിരിക്കും വാരി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫ്യൂവൽ സപ്ലൈ വാരി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൺട്രോൾ വാൽവൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും ഫ്യൂവൽ ഡെലിവറി പൈപ്പിൽ. ആ ഫ്യൂവൽ ഡെലിവറി പൈപ്പിലെ വാൽവിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് എത്ര ഫ്യൂവൽ എൻജിൻ്റെ ഉള്ളിലേക്ക് വേണോ അത്രയും ഫ്യൂവൽ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റിയാണ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ബൈ വാരിയിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ സപ്ലൈഡ് പെർ സൈക്കിൾ. അപ്പോൾ അങ്ങനെ ആ മൊത്തം മിക്സ്ചറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്വാളിറ്റി ഗവേണിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഗവർണർ, സെൻട്രിഫ്യൂഗൽ ഗവർണർ യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോളിക് ഗവർണറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഓഫ് കൺട്രോൾ വാൽവ് പോസിബിൾ ആക്കുന്നത്. പിന്നെ രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂവൽ പമ്പിൻ്റെ സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യുക. ഫ്യൂവലിൻ്റെ ഒരു ഫ്യൂവൽ പമ്പിൻ്റെ അടുത്ത് ഒരു വാൽവ് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനാണ് മെയിൻലി ചെയ്യുന്നത്. അല്ലാതെ ഒരു മെത്തേഡാണ് സ്ട്രോക്ക്, ഫ്യൂവൽ പമ്പിൻ്റെ സ്ട്രോക്ക് വാരി ചെയ്തിട്ടും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് CI എൻജിൻസിലാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരു മെത്തേഡാണ് SI എൻജിനിൽ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഗവേണിംഗ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഗവേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ ഓർത്ത് വെക്കേണ്ടത് എയർ ഫ്യൂവൽ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് സ്പീഡ് വേരിയേഷൻ അനുസരിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രോട്ട്ലിംഗ് ഡിവൈസാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സ്പെഷ്യൽ വാൽവ്, ത്രോട്ടിൽ വാൽവ് ഉണ്ടാവും. ആ വാൽവ് ഓപ്പണും ക്ലോസും ആക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ എൻജിൻ്റെ ഉള്ളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ ആക്സിലേറ്റർ കൊടുക്കുന്നതൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റി ഗവേണിംഗ് ടെക്നിക്സിന് എക്സാമ്പിൾസാണ്. അപ്പോൾ ഇവിടെ എയർ ഫ്യൂവൽ റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ മിക്സ്ചറിൻ്റെ ക്വാളിറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ എൻജിൻ്റെ സ്പീഡ് വാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, ആ ഒരു മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കണം. അപ്പോൾ അത് പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്ന ഡിവൈസാണ് യൂസ് ചെയ്യുക. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഗവേണിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് ഗവർണറൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ കീപ് വാച്ചിങ്. താങ്ക് യു.